ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയായ വളരെ സോഫ്റ്റായ എന്നാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഗോതമ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളത് മാത്രമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വലിപ്പമുള്ള 5 പീസ് ശർക്കര എടുത്ത് പൊടിച്ചപ്പോൾ 1 കപ്പ് ശർക്കര കിട്ടിയിട്ടുണ്ട്. 250 ml കപ്പിൽ. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഈ ശർക്കരപ്പാനി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കാൻ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ക്ലീനായ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 1 കപ്പ്, 125 ml കപ്പിൽ 1 കപ്പ്, അങ്ങനെ 1.5 കപ്പാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. നമ്മുടെ അപ്പസോഡ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കാൻ മറന്നു, പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇപ്പോൾ 3 വട്ടം അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനേലും ഈസി ആയിട്ട് നമുക്ക് ഒരു വട്ടം അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ശർക്കരപ്പാനി ഇത്രയും പൊടിയിലേക്ക് ചിലപ്പോൾ പാകാവില്ല. അപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഓരോ ഗോതമ്പ് പൊടിയും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആ ശർക്കരപ്പാനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ശർക്കരപ്പാനി തികഞ്ഞില്ലെങ്കിൽ കുറച്ച് സാധാ പൈപ്പിലെ വെള്ളം, ചൂടുവെള്ളമൊന്നും വേണ്ട, പൈപ്പിലെ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മളൊരു 1.25 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് ശർക്കര മെൽറ്റ് ചെയ്യാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചാലും മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഒരല്പം കൂടി ശർക്കരപ്പാനി അധികം ഉണ്ടാവും. 1 കപ്പിനേലും ഒരല്പം കൂടി ഉണ്ടാവും. അപ്പോൾ അതാ ഇതിലേക്ക് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 1.25 കപ്പ് ശർക്കരപ്പാനിയും 1/4 കപ്പ് വെള്ളവുമാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഒരല്പം കാഷ്യൂനട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് കടിക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെ ഒരല്പം ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഇതേപോലെ 2-3 കാഷ്യൂനട്ട് ഒന്ന് ഇതുപോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാന് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാറ്റർ അടങ്ങിയ പാത്രം എടുത്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ ഹോളൊരു പേപ്പർ കൊണ്ട് മൂടി വെക്കുക. ഇപ്പോൾ അതൊരിക്കൽ 45 മിനിറ്റ് ഞാൻ എടുത്തു കേട്ടോ. പക്ഷേ അത്ര സമയം വേണ്ടി വരില്ല. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുക്കാവും. പിന്നെ എനിക്ക് വെച്ച സമയം എനിക്കൊരല്പം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം വേണ്ട കേട്ടോ. നല്ല മണം വരുമ്പോൾ നോക്കിക്കോളുണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നു. അപ്പോൾ എനിക്കൊരു 15 മിനിറ്റ് അധികമായിരുന്നു. അതുകൊണ്ടാണ് അടിഭാഗത്തിന് ഒരല്പം കളറ് മങ്ങി വന്നിട്ടുണ്ട്. എന്നാലും നല്ല സോഫ്റ്റായ കേക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.